Hi students. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിക്സ്ട്രാസ് അൽഗോരിതം എങ്ങനെ ഒരു ഗ്രാഫിൽ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഡിക്സ്ട്രാസ് അൽഗോരിതത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഒരു സോഴ്സ് വെർട്ടെക്സ് തന്നിട്ടുണ്ടായിരിക്കും. ആ സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യണ അൽഗോരിതമാണ് ഡിക്സ്ട്രാസ് അൽഗോരിതം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ എടുക്കുകയാണെങ്കിൽ ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം വെർട്ടെക്സ് എസ് ടു ഓൾ ദ വെർട്ടെക്സ് ആണ് യൂസിങ് ഡിക്സ്ട്രാസ് അൽഗോരിതം. സോ നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്, എല്ലാ എഡ്ജ് വെയ്റ്റും പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം. നെഗറ്റീവ് എഡ്ജ് വെയിറ്റ് വരുമ്പോൾ നമുക്ക് ഈ അൽഗോരിതം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ ഇനീഷ്യലി നമ്മൾ എന്താ ചെയ്യാം, ഡിസ്റ്റൻസ് ആദ്യം അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഡിസ്റ്റൻസ് വാല്യൂ നമ്മളിപ്പോൾ എവിടെയും മാർക്ക് ചെയ്തിട്ടില്ല. സപ്പോസ് ഞാൻ ഇനീഷ്യലൈസ് ചെയ്യണത് ഡിസ്റ്റൻസ് ടു സോഴ്സ് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 0 ആക്കി അപ്ഡേറ്റ് ചെയ്തു. ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഇതൊരു ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പാണ്. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, റിലാക്സ് എന്നുള്ള പ്രൊസീജിയർ. അതെന്താണെന്ന് നോക്കിയിട്ട് ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു അൽഗോരിതത്തിൽ യൂസ് ചെയ്യുന്നതാണ് റിലാക്സ് എന്നുള്ള പ്രൊസീജിയർ. അത് നമ്മളൊരു എഡ്ജിലാണ്, ഒരു ഡയറക്റ്റഡ് എഡ്ജ് UV എന്നുള്ള ഡയറക്റ്റഡ് എഡ്ജിൽ കറസ്പോണ്ടിങ് എഡ്ജിൻ്റെ വെയിറ്റ് W ആണെങ്കിൽ റിലാക്സ് എന്നുള്ള പ്രൊസീജിയറിൻ്റെ കോഡ് ഒന്ന് നോക്കാം. ഇഫ് ഡിസ്റ്റൻസ് ടു വെർട്ടെക്സ് U പ്ലസ് വെയിറ്റ് എഡ്ജ് വെയിറ്റ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഡിസ്റ്റൻസ് ടു ദ വെർട്ടെക്സ് V ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ഡിസ്റ്റൻസ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. ഡിസ്റ്റൻസ് ടു ദ വെർട്ടെക്സ് V ഈസ് ഈക്വൽ ടു D ഓഫ് U പ്ലസ് W ഓഫ് U, V. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രിഡിസിസറും അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, സോ എന്താണ് ഈ റിലാക്സ് എന്നുള്ള പ്രൊസീജിയർ? ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ U എന്നുള്ള വെർട്ടെക്സ് ഇതാണ്, നമ്മുടെ V എന്നുള്ള വെർട്ടെക്സ് ഇതാണെന്ന് വെക്കാം. U എന്നുള്ള വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 10 ആണെന്ന് അസ്യൂം ചെയ്യാം. V എന്നുള്ള വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഇത് ഓൾറെഡി നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. ഓക്കെ, യുയിലേക്കുള്ള ഡിസ്റ്റൻസ് 10ഉം വിയിലേക്കുള്ള ഡിസ്റ്റൻസ് 12ഉം ആണ്. ഇൻ ബിറ്റ്വീൻ ഈ എഡ്ജ് വെയിറ്റ് എന്ന് പറയുന്നത് 5 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ നമ്മൾ റിലാക്സ് എന്നുള്ള പ്രൊസീജിയർ ഈ എഡ്ജിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, U to Vയിൽ റിലാക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ഡിസ്റ്റൻസ് ടു ദ വെർട്ടെക്സ് U 10 പ്ലസ് 5. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഡിസ്റ്റൻസ് ടു വെർട്ടെക്സ് V എന്ന് പറയുമ്പോൾ 12 ആണ്. നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഡിസ്റ്റൻസിനേക്കാളും ഒരു സ്മോളർ ഡിസ്റ്റൻസ് ആണോ ഇത്? അല്ല. ഓക്കെ, സ്മോളർ ഡിസ്റ്റൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡിസ്റ്റൻസ് അപ്ഡേഷനും പ്രിഡിസിസർ അപ്ഡേഷനും ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, സോ കറസ്പോണ്ടിങ് നമ്മൾ ഇതിനകത്ത് ഡിസ്റ്റൻസ് അപ്ഡേഷൻസ് ഈ ഒരു എഡ്ജിൽ വരുന്നുണ്ടാവില്ല. സോ വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് നമ്മുടെ എഡ്ജ് എന്ന് പറയുന്നത് U എന്നുള്ള വെർട്ടെക്സ് ഇവിടെയുണ്ട്, V എന്നുള്ള വേറൊരു വെർട്ടെക്സ് ഉണ്ട്. സപ്പോസ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് 10 ആണെന്ന് അസ്യൂം ചെയ്യാം, ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് 20 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അഗെയിൻ എഡ്ജ് വെയിറ്റ് 5 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ഒരു എഡ്ജിൽ നമ്മൾ റിലാക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അഗെയിൻ നമ്മൾ 10 പ്ലസ് 5 ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 20 ആണോ നോക്കും. അല്ല, 10 പ്ലസ് 5 നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ടു ദ വെർട്ടെക്സ് Vനേക്കാളും ലെസ്സർ ആണ്, 15 ഈസ് ലെസ് ദാൻ 20 ആണ്. സോ നമ്മൾ എന്താണ്, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഏത് വെയിറ്റ് ആണ് അപ്ഡേറ്റ് ചെയ്യുക, ഡിസ്റ്റൻസ് ടു ദ വെർട്ടെക്സ് Vയിലേക്കുള്ള ഡിസ്റ്റൻസ് 20 ആയിരുന്നു, അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് 15 ആക്കും. അപ്പോൾ ഈ 20 എന്നുള്ള വെയിറ്റ് മാറിയിട്ട് അവിടെ 15 വരും. കാരണം ഓൾറെഡി ഉള്ള 20നേക്കാളും ഒരു ലെസ്സർ വെയിറ്റ് നമുക്ക് ലെസ്സർ വെയിറ്റ് ഉള്ള ഒരു പാത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ഷോർട്ടസ്റ്റ് പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. സോ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാം. കറസ്പോണ്ടിങ് പ്രിഡിസിസർ മീൻസ് ഈ V എന്നുള്ള വെർട്ടെക്സിൻ്റെ തൊട്ട് പ്രിഡിസിസർ പ്രീവിയസ് നോഡാണ്. സോ ഏതാണ്, U ആണ് അതിൻ്റെ പ്രിഡിസിസർ ഇവിടെ. ഓക്കെ, സോ ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ത്രൂ ഔട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഫ്രം വെർട്ടെക്സ് എസ് ടു ഓൾ അതർ വെർട്ടെക്സ് യൂസിങ് ഡിക്സ്ട്രാസ് അൽഗോരിതം. സോ നമുക്ക് ഇനീഷ്യലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലി ഡിസ്റ്റൻസ് ടു സോഴ്സ് വെർട്ടെക്സ് 0, ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് സോൾവ് ചെയ്യാം. സോ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള വെർട്ടെക്സ് എല്ലാം എസ് ജസ്റ്റ് ഒന്ന് എഴുതാം ടേബിൾ ഫോർമാറ്റിൽ, ST Y X Z. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇനീഷ്യലൈസേഷൻ ഗ്രാഫിൽ ചെയ്തു, അതേ സെയിം സ്റ്റെപ്സ് നമുക്ക് ഈ ടേബിൾ ഫോർമാറ്റിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ ഇനീഷ്യലി ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എഴുതുന്നത്, ഡിസ്റ്റൻസ് ടു സോഴ്സ് വെർട്ടെക്സ് 0, ബാക്കി എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദീസ് 5 വാല്യൂസ് ഏറ്റവും സ്മോളസ്റ്റ് വൺ ഏതാ, 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെർട്ടെക്സ്, ഓക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെർട്ടെക്സ് ആദ്യം സോഴ്സ് വെർട്ടെക്സ് ആണ്. ഓക്കെ,
അപ്പോൾ സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ സോഴ്സ് വെർട്ടെക്സിൽ നിന്ന് ഔട്ട് ഗോയിങ് എഡ്ജസ് നോക്കാം. ഔട്ട് ഗോയിങ് എഡ്ജസ് 2 എഡ്ജസ് ആണ്. ഈ 2 എഡ്ജസും റിലാക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു എഡ്ജ് റിലാക്സ് ചെയ്യുന്നുണ്ട്. ഈ എഡ്ജ് റിലാക്സേഷൻ സ്റ്റെപ്പ് എന്താണ്? 0 + 10. അപ്പോൾ എത്രയാണ് കിട്ടുക? 10. 10 ലെസ് ദാൻ ഇൻഫിനിറ്റി ആണോ? യെസ്. അപ്പോൾ നമുക്ക് ഈ ഇൻഫിനിറ്റി മാറിയിട്ട് അവിടെ 10 ആക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ടി എന്നുള്ളതിൻ്റെ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി മാറിയിട്ട് അവിടെ 10 ആയി. അടുത്ത എഡ്ജ് ഏതാണ്? എസ് നിന്ന് വൈയിലേക്കുള്ള എഡ്ജാണ്. ഓക്കെ, ഇതിൽ റിലാക്സ് അപ്ലൈ ചെയ്യാം. 0 + 5. ഓക്കെ, ഇറ്റ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. യെസ്, 5 ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് ഇൻഫിനിറ്റി എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഇവിടെ 5 ആക്കാം. ഓക്കെ, ഈ കറസ്പോണ്ടിങ് ചേഞ്ച് ഞാൻ ടേബിളിൽ വരുത്തുന്നുണ്ട്. സോ ഇവിടെ 5 ആക്കി. അപ്പോൾ നമ്മൾ 2 ഡിസ്റ്റൻസും അപ്ഡേറ്റ് ചെയ്തു. ഒരു പ്രിഡിസസർ ടേബിൾ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാനത് ഇവിടെ മുകളിൽ വരയ്ക്കാം. സോ ഒരു വേർട്ടെക്സ്, അതിൻ്റെ പ്രിഡിസസർ. സോ വേർട്ടെക്സ് വി ആണെങ്കിൽ അതിൻ്റെ പ്രിഡിസസർ എഴുതാം. സോ നമുക്ക് ഇവിടെയുള്ള വേർട്ടെക്സ് എസ് ഉണ്ട്, ടി ഉണ്ട്, വൈ, എക്സ്, സെഡ്. സോ ഇനീഷ്യലി എല്ലാ പ്രിഡിസസറും നമ്മൾ നില്ലായിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ ഇനീഷ്യലൈസേഷൻ എല്ലാത്തിൻ്റെയും പ്രിഡിസസർ നില്ലായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഓരോ പ്രാവശ്യം വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് പ്രിഡിസസർ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ടിയുടെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തു, വൈയുടെ വെയിറ്റും അപ്ഡേറ്റ് ചെയ്തു. സോ ടിയുടെയും വൈയുടെയും കറസ്പോണ്ടിങ് പ്രിഡിസസർ ആരായിരിക്കും? എസ് ആണ്. എസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ ഇനി അൺസെലക്റ്റഡ് ആയിട്ടുള്ള വേർട്ടെക്സ്, ഇപ്പോൾ ഓൾറെഡി എസ് സെലക്റ്റഡ് ആണ്, ബാക്കിയുള്ള ഡിസ്റ്റൻസിൽ ഏതാണ് മിനിമം നോക്കാം. സോ മിനിമം ഡിസ്റ്റൻസ് വരുന്നത് 5 ആണ്. സോ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന വേർട്ടെക്സ് വൈ ആണ്. സോ വൈ എന്നുള്ള ഗ്രാഫിൽ വൈ എന്നുള്ള ലൊക്കേഷൻ നോക്കാം. വൈ എന്നുള്ള നോഡിൽ നിന്ന് ഔട്ട് ഗോയിങ് എഡ്ജസ് നോക്കാം. ഇതിനകത്ത് 3 ഔട്ട് ഗോയിങ് എഡ്ജസ് ഉണ്ട്. 1, 2, 3 ഔട്ട് ഗോയിങ് എഡ്ജസ് ഉണ്ട്. ഈ 3 ഔട്ട് ഗോയിങ് എഡ്ജസിലും റിലാക്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് 1 ബൈ 1 നോക്കാം. y2z അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? y2z അപ്ലൈ ചെയ്യുമ്പോൾ 5 + 2 ലെസ് ദാൻ ഇൻഫിനിറ്റി. യെസ്, അപ്പോൾ 7 ലെസ് ദാൻ ഇൻഫിനിറ്റി. എവിടെയാണ് നമ്മൾ ഈ ഇൻഫിനിറ്റി മാറ്റിയിട്ട് 7 ആക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 7 ആയിട്ടുണ്ട്. സോ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് പ്രിഡിസസർ അപ്ഡേറ്റ് ചെയ്യുക. സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിഡിസസർ ഇപ്പോൾ ആരാണ്? വൈ ആയിട്ട് മാറും. ഓക്കെ, ദെൻ അടുത്ത എഡ്ജ് നോക്കുക. അടുത്ത എഡ്ജ് എന്ന് പറയുന്നത് y2x ആണ്. y2x നോക്കുമ്പോൾ ഇവിടെ 5 + 9 is less than infinity. അപ്പോൾ 14 ലെസ് ദാൻ ഇൻഫിനിറ്റി ട്രൂ ആണ്. സോ നമുക്ക് എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 14 വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ അഗെയിൻ എക്സിൻ്റെ പ്രിഡിസസർ ആരായിരിക്കും? വൈ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് എഡ്ജ് y2t ആണ്. y2t നോക്കുമ്പോൾ എന്തായിരിക്കും? 5 + 3. 5 എന്നുള്ള വെയിറ്റ് +3. സോ 8 5 + 3 ലെസ് ദാൻ 10. സോ 8 ലെസ് ദാൻ 10 ആണ്. സോ ഒരു ലെസർ വെയിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് ടു ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഇവിടെ 14 ആയി. ഇവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ 5 + 8 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ടു വേർട്ടെക്സ് ടി 8 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ ടി എന്നുള്ളതിൻ്റെ പ്രിഡിസസർ ആരായിട്ട് മാറും? വൈ എന്നുള്ളത് എസ് എന്നുള്ളത് കട്ട് ചെയ്തിട്ട് വൈ ആക്കിയിട്ട് പ്രിഡിസസർ വൈ ആക്കി മാറ്റി. ഓക്കെ, സോ പ്രിഡിസസർ അപ്ഡേറ്റ് ചെയ്തു. സോ എപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് പ്രിഡിസസർ ടേബിളിലും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് അൺസെലക്റ്റഡ് ആയിട്ട് ടി എക്സ് സെഡ് ഉണ്ട്. സോ അതിനകത്ത് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 7 ആണ്. സോ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുക സെഡ് എന്നുള്ള വെർട്ടെക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെഡ് എന്നുള്ള വെർട്ടെക്സ് നോക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ റിലാക്സ് വീണ്ടും അപ്ലൈ ചെയ്യാം. സെഡ് എന്നുള്ള വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ ഔട്ട് ഗോയിങ് എഡ്ജ് മാത്രം നോക്കാം. ഔട്ട് ഗോയിങ് എഡ്ജ് ഈ ഒരു എഡ്ജാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിലാക്സ് അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? 7 + 6 13 ആണ്. ഇറ്റ് ഈസ് ലെസ് ദാൻ 14. യെസ്, ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ 13 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എക്സിൻ്റെ ഡിസ്റ്റൻസ് 14 എന്നുള്ളതിൽ നിന്ന് 13 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. സോ കറസ്പോണ്ടിങ് എക്സിൻ്റെ പ്രിഡിസസർ വൈ എന്നുള്ളത് മാറിയിട്ട് സെഡ് എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, സോ ബാക്കി എല്ലാ ഡിസ്റ്റൻസ് വേറെ എഡ്ജസ് ഇവിടെ ഇല്ല. സോ നമുക്ക് റിലാക്സ് അതിൽ മാത്രം ആ ഒരു എഡ്ജിൽ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി 2 അൺസെലക്റ്റഡ് വേർട്ടെക്സിൽ നിന്ന് ഏതാ സെലക്ട് ചെയ്യുക? ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത്. സോ 8 സെലക്ട് ചെയ്തു. ദാറ്റ് ഈസ് ടി എന്നുള്ളത് സെലക്ട് ചെയ്തു. സോ ടി എന്നുള്ള എഡ്ജിൽ നിന്ന് നോക്കാം. ഔട്ട് ഗോയിങ് എഡ്ജ് ടി എന്നുള്ള ഗ്രാഫിൽ നിന്ന് നമുക്ക് 2 ഔട്ട് ഗോയിങ് എഡ്ജ്. സോ ആദ്യം നമുക്ക് ഇതിനെ റിലാക്സ് ചെയ്യാം. 8 + 1 9. 9 ലെസ് ദാൻ 13 ട്രൂ ആണ്. സോ അഗെയിൻ എക്സിൻ്റെ വെയിറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. 9 ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തു.
സോ എക്സിൻ്റെ വെയിറ്റ് 9 ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്തു. എക്സിൻ്റെ പ്രിഡിസസർ ഇപ്പോൾ ആരായിട്ട് അപ്ഡേറ്റ് ചെയ്യണം? ദറ്റ് ഈസ് ടി ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എഡ്ജ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ ഒരു എഡ്ജാണ്. സോ ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് 8 ആണ്. 8 + 2 10. 10 < 5 ട്രൂ ആണോ? അല്ല. സോ നമുക്ക് ഡിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ബാക്കിയെല്ലാം 8 എഡ്ജ് വെയ്റ്റ്സ് അതേപോലെ തന്നെ എടുത്ത് എഴുതാം. സോ ഇപ്പോൾ നമുക്ക് അൺസെലക്റ്റഡ് ആയിട്ട് 9 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്തു, എക്സ് ആണ്. ഓക്കെ, സോ എക്സിൽ നിന്ന് ഔട്ട് ഗോയിങ് ആയിട്ട് വരുന്നത് ഈ ഒരു എഡ്ജ് മാത്രമാണ്. അതൊന്ന് ചെക്ക് ചെയ്യുക, അതിൽ റിലാക്സ് അപ്ലൈ ചെയ്യുക. 9 + 4 9. ഇപ്പോൾ ഈ ഒരു എഡ്ജ് എക്സിൽ നിന്ന് വരുന്നത് ഔട്ട് ഗോയിങ് ഇത് മാത്രമാണ്. 9 + 4 എന്ന് പറയുന്നത് 13 ആണ്. 13 കറസ്പോണ്ടിങ് വാല്യൂ സെറ്റിലേക്ക് ഓൾറെഡി ഒരു ലെസർ വാല്യൂ അവൈലബിൾ ആണ്. സോ നമുക്ക് അവിടെ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. സോ നമ്മുടെ പ്രൊസീജിയർ ഇതോടുകൂടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വെർട്ടെക്സും സെലക്ട് ചെയ്തു. സോ ഫൈനൽ കിട്ടുന്ന ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോഴ്സ് വെർട്ടെക്സിൽ നിന്ന്. സോ നമുക്കൊരു ടേബിൾ ഫോർമാറ്റിൽ ആയിട്ട് എടുത്ത് എഴുതാം. ദാറ്റ് ഈസ് വേർട്ടെക്സ്, നമ്മുടെ വേർട്ടെക്സ് ഏതൊക്കെയാണ്? എസ്, ടി, വൈ, എക്സ്, സെഡ്. സോ അതിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഏതാണ്? എസിലേക്കുള്ള ഡിസ്റ്റൻസ് 0, ടി വൈ 85, ദെൻ എക്സ് സെഡ് 97. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ കറസ്പോണ്ടിങ് നമുക്ക് ഫൈനലി ഷോർട്ടസ്റ്റ് പാത്ത് എസ്സിന്ന് എല്ലാ വെർട്ടെക്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്തുള്ള ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഗ്രാഫിൽ എല്ലാ നോട്ട്സും അതുപോലെ തന്നെ എടുത്ത് നോട്ട് ചെയ്യാം. സോ നമ്മുടെ ഗ്രാഫിൽ സോഴ്സ് വെർട്ടെക്സ് ഉണ്ടായിരുന്നു, പിന്നെ വരുന്ന നോട്ട്സ് ടി ഉണ്ട്, വൈ ഉണ്ട്, ദെൻ എക്സും സെഡും ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ വരയ്ക്കുമ്പോൾ പ്രിഡിസസർ ടേബിൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ സെഡ് എടുക്കുകയാണെങ്കിൽ സെഡിൻ്റെ പ്രിഡിസസർ ആരാണ്? വൈ ആണ്. ഓക്കെ, അപ്പോൾ സെഡിൻ്റെ ഗ്രാഫിൽ നോക്കാം. സെഡിൻ്റെ പ്രിഡിസസർ, ഞാൻ ഗ്രാഫ് ഒന്ന് എറേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് കറസ്പോണ്ടിങ് പ്രിഡിസസർ ടേബിൾ നോക്കിയിട്ട് ഫൈനൽ ഷോർട്ടസ്റ്റ് ഗ്രാഫ് വരയ്ക്കാം. സോ വൈ എന്നുള്ള സെഡിൻ്റെ പ്രിഡിസസർ ആരാണ്? വൈ ആണ്. സോ സെഡിൻ്റെ പ്രിഡിസസർ വൈ ആയിട്ട് വരുമ്പോൾ കറസ്പോണ്ടിങ് ഏത് എഡ്ജാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഈ ഒരു എഡ്ജാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു എഡ്ജ് നമ്മൾ ഫൈനൽ ഗ്രാഫിൽ വരയ്ക്കാം. സോ വൈ ടു സെഡ് ഒരു എഡ്ജ് വരച്ചു, വെയിറ്റ് 2 ആണ്. ദെൻ അടുത്തത് എക്സിൻ്റെ പ്രിഡിസസർ ആരാണ്? ടി ആണ്. അപ്പോൾ എക്സിൻ്റെ പ്രിഡിസസർ ടി ആണ്. അപ്പോൾ എക്സും ടിയും എടുക്കുമ്പോൾ അതിൻ്റെ പ്രിഡിസസർ കറക്റ്റായിട്ട് വരുന്ന എഡ്ജ് ഏതാണ്? ഈ ഒരു എഡ്ജാണ്. സോ ആ ഒരു എഡ്ജും നമ്മൾ വരയ്ക്കുക ഫൈനൽ ഗ്രാഫിൽ. നെക്സ്റ്റ് വൈയുടെ പ്രിഡിസസർ ആരാണ്? എസ് ആണ്. സോ വൈയുടെ പ്രിഡിസസർ എസ് ആയിട്ട് വരുന്നത് ഈ ഒരു എഡ്ജാണ്. സോ എസ് ടു വൈ 5 ആണ്. അത് വരച്ചു. നെക്സ്റ്റ് ടിയുടെ പ്രിഡിസസർ വൈ ആണ്. സോ ടിയുടെ പ്രിഡിസസർ വൈ ആയിട്ട് വരുമ്പോൾ ഈ ഒരു എഡ്ജാണ് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, സോ വൈ ടു 3 ആണ് വെയിറ്റ് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് സോഴ്സ് വെർട്ടെക്സിന് പ്രിഡിസസർ ഇല്ല. സോ നമ്മൾ സ്റ്റാർട്ടിങ് എസ് എന്നുള്ള വെർട്ടെക്സിൽ നിന്ന് ഓൾ അതർ വെർട്ടെക്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഈ ഒരു ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. എസ്സിന് സ്റ്റാർട്ടിങ് വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ടിങ് വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 0 ആണ്. എസ്സിൽ നിന്ന് വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് 5 ആണ്. എസ്സിൽ നിന്ന് ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് 8 ആണ്. സോ കറസ്പോണ്ടിങ് പാത്ത് നമുക്ക് ഇതിൽ നോക്കിയിട്ട് എഴുതാം. സപ്പോസ് ഇതിനകത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ
പാത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് വെക്കാം. ഇപ്പോൾ എസ് സിന്ന് എക്സിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്ന് ചോദിച്ചു എന്ന് വെക്കാം. ഷോർട്ടസ്റ്റ് പാത്ത് അപ്പം നമ്മളെങ്ങനെ എഴുതാം? ആ ഷോർട്ടസ്റ്റ് പാത്ത് എന്തായിരിക്കും? എസ് സിന്ന് സ്റ്റാർട്ട് ചെയ്തു, എസ് സിന്ന് നെക്സ്റ്റ് എവിടേക്കാണ് പോവാം? വൈയിലേക്ക് പോവാം, വൈന്ന് ടിയിലേക്ക് പോവാം, ടിന്ന് എക്സിലേക്ക് പോവാം. സോ കറസ്പോണ്ടിങ് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 5 + 3 + 1 ദാറ്റ് ഈസ് 9. 9 ആണ് എഡ്ജ് വെയിറ്റ്. അപ്പോൾ നമുക്ക് ആ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ ഈ ഒരു ഗ്രാഫ് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. താങ്ക് യു.